വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിൽ നിർണായക തെളിവുകൾ പുറത്ത്. മുഖ്യപ്രതി നജീബിന്റെ നേതൃത്വത്തിലുള്ള കല്ലഡ്ര മെഡിക്കൽ ടൂറിസം കമ്പനിയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയും തമ്മിലുള്ള കരാർ രേഖകളാണ് പുറത്തുവന്നത്. അവയവ ശസ്ത്രക്രിയയ്ക്ക് കമ്മീഷൻ നൽകുന്നതിലാണ് കരാർ. ഒരു രോഗിക്ക് 50,000 മുതൽ 1 ലക്ഷം വരെ നൽകാമെന്നാണ് കരാർ. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളാണ് തെളിവുകൾ സഹിതം പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ വ്യാജരേഖ ചമച്ചുള്ള അവയവക്കടത്ത് കേസിൽ നിർണായകമായ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് മുഖ്യപ്രതി നജീബ് കല്ലഡ്രയുടെ നേതൃത്വത്തിലുള്ള കല്ലഡ്ര മെഡിക്കൽ ടൂറിസം കമ്പനിയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയും തമ്മിലാണ് ഒരു കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അവയവ ശസ്ത്രക്രിയയ്ക്ക് കമ്മീഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു രോഗിക്ക് 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ നൽകാമെന്നുള്ളതാണ് കരാർ. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും വിശദാംശങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മുഖ്യപ്രതി നജീബിന്റെ നേതൃത്വത്തിൽ നേരത്തെ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ രേഖകൾ, വ്യാജരേഖകൾ ചമയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ED ഉൾപ്പെടെയും നടത്തിവരുന്നത്. അതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളെ ഇപ്പോഴും റിമാൻഡിൽ തുടരുന്ന സാഹചര്യമുണ്ട്, ഇപ്പോഴും ജയിലിൽ തുടരുന്ന സാഹചര്യമുണ്ട്. ഈ കരാർ പ്രകാരമുള്ള അതായത് കമ്പനിയിലൂടെ കരാർ പ്രകാരം എത്തുന്ന രോഗികൾക്ക് ആശുപത്രിയിൽ ഈ അവയവമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സകൾ ലഭ്യമാക്കുകയും അതിന് പ്രതിഫലമായിട്ട് കമ്പനിക്ക് ഒരു രോഗിക്ക് 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ കമ്മീഷൻ നൽകുകയും ചെയ്യും എന്ന വ്യവസ്ഥ ഉണ്ടാക്കുന്നതാണ് ഈ കരാറെന്നാണ് അന്വേഷണത്തിൽ ലഭിച്ച രേഖകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ കമ്മീഷൻ കരാർ ഉണ്ടായിരുന്നത് മാത്രം നിയമവിരുദ്ധമായ അവയവ കച്ചവടത്തിൽ ആശുപത്രിക്ക് പങ്കുണ്ടെന്ന് തെളിയിക്കുന്നില്ല എന്നൊരു വിശദീകരണവും കൂടി വരുന്നുണ്ട് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും. വ്യാജരേഖകൾ ഉപയോഗിച്ചുള്ള അവയവ മാറ്റത്തിൽ ആശുപത്രിയുടെ അധികൃതർക്ക് അറിവോ പങ്കാളിത്തം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ഇത് മാത്രമല്ല വ്യാജ തിരിച്ചറിയൽ രേഖകളും മറ്റ് ബന്ധുത്വ സർട്ടിഫിക്കറ്റുകളും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഉപയോഗിച്ചിട്ടാണ് അവയവ മാറ്റത്തിന് അനുമതി തേടിയെന്നാണ് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത്. ഈ രേഖകൾ ആരാണ് തയ്യാറാക്കിയത്, അതിൽ ആരൊക്കെയാണ് ഗൂഢാലോചനയിൽ പങ്കെടുത്തത് എന്നിവ കേന്ദ്രീകരിച്ചും ഉള്ള അതായത് ഈ നജീബ് കല്ലഡ്രയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘത്തെ, കൊല്ലം സ്വദേശികൾ ഉൾപ്പെടെയുള്ള ആളുകളെ, ED ഉൾപ്പെടെയുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നു വരുന്നുണ്ട്. ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തുടർന്നും ഇത്തരമുള്ള വ്യാജരേഖകൾ ചമയ്ക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അത് ആരാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കേന്ദ്രീകരിച്ചും ഉള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. മുഖ്യപ്രതി നജീബ് ഉൾപ്പെടെയുള്ള പ്രതികളെ ഇപ്പോഴും ചോദ്യം ചെയ്യുന്ന സാഹചര്യം തുടരുന്നുണ്ട്. ഈ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. രേണുക. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.